സെയിം ആത്മസോയിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ റെഡിങ് കണ്ടിട്ടുണ്ടോ? കാര്യം പറഞ്ഞാൽ ഇത് അയച്ചോട്ടാലേ നമുക്ക് അറ്റൻഡൻസ് നമ്മൾ പറയുന്നത് വീട്ടിലാണുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ചെങ്ങാന്റെ വീട്ടിൽ വിസിറ്റിംഗ് പോയതാണ്. പിന്നെ സൽക്കാരത്തിന് ഒരു കുറവില്ല. നമുക്ക് പോയപ്പോ വെൽക്കം ഡ്രിങ്കും പിന്നെ തിന്നാനുള്ള സാധനം എനിക്ക് കുടുംബശ്രീ പറയട്ടും അവിടെ പോയതിനോട്ട് കൈ ആടാൻ തുടങ്ങിയതാ. എന്ത് സുഖ മക്കളെ ആടെ ഇങ്ങനെ കളിക്കാൻ നമ്മളെ വീട്ടിലൊന്നും ആക്കാൻ പറയണം. പുള്ളിക്കാരി പണ്ട് വലിയ ഡാൻസറൊക്കെ എഴുതി തോന്നുന്നുണ്ട്. ആ പുള്ളിക്കാരിയാണ് ഇത്. പാവം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, നമ്മളിങ്ങനെ നോക്കിക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ആണ് ഗായ്. ഫ്രിഡ്ജിൽ 10 സെക്കൻഡ് എടുത്ത് നിന്നൊന്നും പറയേണ്ട താമസം ഉണ്ടായിട്ടുള്ളൂ. ഒരു ഉടുപ്പിലാണ് നമ്മൾ വായി വെച്ച് തന്നു. ഓളെ വീടായാലും നമ്മുടെ വീട് വളർത്താനല്ലേ. അടുത്ത നമുക്ക് മെയിൻ കോഴ്സിലേക്ക് കടക്കാം. ഫുഡ് അടിക്കാനായിട്ട് പോയ നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാഹചര്യം മൂലം നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മളെ തലശ്ശേരി ബിരിയാണി എത്തുമെങ്കിലും പാലക്കാട് ബിരിയാണിയും കൊള്ളാം. ഇതാണ് കേശു, വീട്ടിലെ വലിയ പുള്ളിയാണെന്ന് കേട്ടെ. മതി. അപ്പൊ അടുത്ത സൽക്കാരം നമ്മൾ വീടിനോട് ബൈബിൾ പറഞ്ഞ് അടുത്ത വഴിയിലേക്ക് പോവാണ്. പോകുന്ന ഈ അറ്റൻഡൻസ് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ വിദ്യാർത്ഥികൾ ബസ്സിൽ നല്ല കുട്ടികളായി പോകുമ്പോൾ സ്കൂൾ ബസ് പോകുന്ന വൈബ് പോകുന്നു. അത് പറഞ്ഞു. ഇതാണ് ഈ 3 പഠിച്ച സ്കൂൾ. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ വീട്ടിലേക്കാണ്. അവിടെ പോയി നമുക്ക് സൽക്കാരത്തിന് ഒരു കുഴപ്പമില്ല. ടാങ്കും ബിസ്ക്കറ്റും വന്നല്ലോ സാധനം. അത് നമ്മൾ ഓളെ വീട്ടിന്റെ മേലെ പാറ കാണാൻ പോയതാണ്. ഒറ്റപ്പെട്ട കക്കോസ് നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. എസ്തെറ്റിക് വൈബ് കൂടുതലുള്ള ആൾക്കാർക്ക് ഇടവരാൻ പറ്റിയ സാധനമാണ്. നല്ല വൈബിൾ സാധനം. അവിടെ ഞാൻ കണ്ടിട്ട് വിചിത്രമായ കാഴ്ചയാണിത്. കുറെ സ്ഥലത്ത് കുഴി അത് ഫുൾ വെള്ളം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗായത്തിന്റെ അമ്മ നല്ല പായസം ഉണ്ടാക്കി തന്നു. നമ്മൾ വീട്ടിൽ പോകാൻ നിന്നപ്പോൾ നൊസ്റ്റാൾജിയ വെച്ചൊരു പീടിയാണ്ട് അവിടെ നന്നായ സമയത്ത് വാങ്ങി ഒന്നും കൊള്ളില്ല. അതും കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പൊ ബാക്കി നാളെ